പാഠം 541. 2014 വിട. മോഹനേട്ടോ, രാവിലെ തുടങ്ങി എഴുത്താണല്ലോ. വല്ല നോവലും ആണോ? ദേ മണി 9 ആഫീസിൽ പോണ്ടേ? എനിക്ക് റവന്യൂ വകുപ്പിൽ ജോലി കിട്ടിയിട്ട് 7 വർഷമായി. ഇതുവരെ എല്ലാ ദിവസവും കൃത്യസമയത്ത് ആഫീസിൽ പോകുന്ന ഒരാളാണ് കെ മോഹനകൃഷ്ണൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്റെ ഉപദേശം വേണ്ട. ഓ ശരി. അപ്പൊ സംഗതി എന്തോ സീരിയസ് ആണ്. നടക്കട്ടെ. എന്നാൽ ഇങ്ങനെ എഴുതാൻ മാത്രം എന്തിരിക്കുന്നു എന്തോ. ഭാമേ, ഇന്ന് ഡിസംബർ 31. കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ കണക്കുകളും കാര്യങ്ങളും ഇന്നുകൊണ്ട് എഴുതി തീർക്കണം. നാളെ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പൊ സംഭവം കണക്കെഴുത്താണ്. അരിയും പച്ചക്കറിയും പഞ്ചസാരയും വാങ്ങി എന്റെ കണക്ക്. ഇതിന് മാത്രം എഴുതാൻ എന്തിരിക്കുന്നു എന്തോ. എഴുതാനുള്ള ഞാൻ എഴുതിക്കൊള്ളാം, നീ ഇടപെടണ്ട. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. എന്നാലും ലോകത്താർക്കും ഒരു ഗുണവും ഇല്ലാതെ ഈ കണക്കെഴുതി നേരം കളയുന്ന നേരത്ത് എന്നെ ഒരു കൈ സഹായിച്ചിരുന്നെങ്കിൽ പുണ്യെങ്കിലും കിട്ടിയനെ. അതെങ്ങനെയാ? വലിയ ഓഫീസർക്ക് പുണ്യത്തെക്കാട്ടിലും പ്രധാനം കാശാണല്ലോ. നടക്കട്ടെ. അത് ശരി, രാവിലെ ധിക്കാരം പറയുന്നു. ഭാമേ, നീ എന്താ പറഞ്ഞത്? ലോകത്ത് ആർക്കും ഗുണമില്ലാത്ത ഏതോ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നോ? ഈ ഡയറിയിൽ കണക്ക് മാത്രമല്ല, വേറെ പലതുമുണ്ട്. ഇതിലെന്താണുള്ളതെന്ന് അറിഞ്ഞാൽ നീ ബോധം കെട്ട് വീഴും. ക്ലോറോഫോം ആയിരിക്കുമല്ലേ? ക്ലോറോഫോം അല്ല. കഴിഞ്ഞ ഒരു വർഷം നീ എന്നോട് എങ്ങനെയൊക്കെ പെരുമാറി, നീ എത്ര രൂപ ധൂർത്തടിച്ചു തുടങ്ങി എല്ലാ കണക്കും ഇതിലുണ്ട്. ഞാൻ ധൂർത്തടിച്ചു എന്നത് പോയിട്ട് കാശ് ചെലവാക്കി എന്നത് പോലും എനിക്ക് സംശയമാണ്. എല്ലാം കൂടി കണക്ക് കൂട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5000 രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടാവും. അതെ, ഒരു വർഷം കൊണ്ടാണ്. ഒരിക്കലുമല്ല. നോക്ക്, 2014 ജനുവരി 31 വെള്ളിയാഴ്ച നീയും നിന്റെ കൂട്ടുകാരി വിദ്യാലക്ഷ്മിയും കൂടി സുലൈമാനിക്കയുടെ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചതിന് ചെലവായത് 180 രൂപ. അതിന്റെ പിറ്റേന്ന് ഫെബ്രുവരി 1 ശനിയാഴ്ച നീ പുതിയ ചുരിദാർ വാങ്ങിയതിന് രൂപ 1500. ഫെബ്രുവരി 3 തിങ്കളാഴ്ച പുഷ്കറിന്റെ ബേക്കറിയിൽ നിന്ന് ബേക്കറി സാധനങ്ങൾ വാങ്ങിയത് 210 രൂപ. വെറും 3 ദിവസം കൊണ്ട് മാത്രം 1890 രൂപയാണ് നീ ചെലവാക്കിയത്. ഇതെല്ലാം ഒഴിവാക്കാമായിരുന്ന ചെലവുകളായിരുന്നു. എന്തായാലും എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. ഒരു മനുഷ്യജീവിയെ പോലെ സമൂഹത്തിൽ ജീവിക്കുമ്പോ മനുഷ്യൻ ചെലവാക്കി പോകുന്ന സകല കാശിന്റെ പിച്ചക്കണക്ക് എഴുതിക്കൊണ്ട് നടക്കല്ലേ. ഇതിനായി ചെലവാക്കുന്ന സമയവും അധ്വാനവും എന്തെങ്കിലും ഗുണമുള്ള കാര്യത്തിന് ചെലവാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മോഹനേട്ടാ. ഇതുകൊണ്ട് ഗുണമില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഈ കണക്കുകൾ ഇത്ര കൃത്യമായി എഴുതി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ നീ പറയും അങ്ങനെ ഒരു കാശ് ചെലവാക്കിയിട്ടില്ല, നീ ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല, പുഷ്കറിനെ നിനക്ക് അറിയേയില്ല എന്നൊക്കെ. ഭാമേ, ഒരു കാര്യം പറയുമ്പോ അതിന് വ്യക്തമായ രേഖകളുടെ പിൻബലം ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം. നിയമം പഠിച്ചൊരു വക്കീലായിട്ടും നിനക്കത് അറിയില്ല. നിന്റെ കയ്യിൽ ഒന്നിനും കണക്കുമില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചെലവാക്കുന്ന കാശിന്റെ കണക്ക് എഴുതി വെച്ചുകൊണ്ട് നടക്കാനേ എനിക്ക് പ്രാന്തില്ല. നമ്മൾ ആകെ കാശ് ചെലവാക്കുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാ. അതിന്റെ കണക്ക് എഴുതാൻ ആവശ്യം എനിക്കില്ല. ആര് പറഞ്ഞു അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് പണം ചെലവാക്കുന്നതെന്ന്? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്
നീ നിന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാനായി മാത്രം ചെലവാക്കിയത് 11,340 രൂപയാണ്. ഇത് അനാവശ്യ ചെലവല്ലേ? ഇവിടുന്ന് വക്കീൽ ആഫീസ് വരെ നിനക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. അയ്യടാ, എനിക്ക് അങ്ങനെ നടന്നു പോകാനേ സൗകര്യമില്ല. ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതേ അത് അത്യാവശ്യം വരുമ്പോ ചെലവാക്കാനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മോഹനേട്ടനെ പോലെ ഉമിനീര് മാത്രം വിഴുകി ജീവിച്ച് ബാങ്ക് ബാലൻസ് കൂട്ടുന്ന വിവരക്കേടിനെ എന്നെ കിട്ടൂല. അയ്യോ, ഒരു കണക്കോട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ നീ എന്നോട് പറഞ്ഞിട്ട് വന്നത് ധിക്കാരം. കഴിഞ്ഞ ഒരു വർഷം നീ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനും എന്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട്. ഭർത്താവിന് തീരെ ബഹുമാനമില്ലാത്ത ഒരു സ്ത്രീ എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളതിന് ഈ ഡയറി ഒരു തെളിവാണ്. അപ്പൊ ഇത് ചെറിയ സൈസ് പ്രാന്തൊന്നും അല്ലല്ലേ, കൂടിയ ടൈപ്പാ. കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി ഞായറാഴ്ച നീ ഉത്തമന്റെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല, കേരള സർക്കാരിന്റെ 10,000-കണക്കിന് ഗുമസ്തന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ എന്ന്. പക്ഷേ മെയ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലം വക്കീലിന്റെ അളിയന്റെ വസ്തുവിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് സഹായിച്ചപ്പോൾ നീ പറഞ്ഞു, ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണെന്ന്. ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇനിയുണ്ട്. ഓഗസ്റ്റ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച നീ പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചത് നിന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന്. അതേ നീ സെപ്റ്റംബർ 3-ാം തീയതി ബുധനാഴ്ച പറഞ്ഞു, എന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയതാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. തക്കമ്പോൾ പറയാനുള്ള സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം എന്ന് ചങ്ങപ്പുഴ കൃഷ്ണപിള്ള എഴുതിയത് നിന്നെ പറ്റിയാണ്. മോഹനേട്ടാ, നമുക്കൊന്ന് ആശുപത്രി പോയല്ലോ. എന്തിന്? അല്ല, ഇപ്പോഴാണെങ്കിൽ ഇത് ചികിത്സ കൊണ്ട് മാറും. കുറച്ചുകൂടി വഷളായിട്ടുണ്ടെങ്കിൽ പിന്നെ പൂട്ടിയിടേണ്ടി വരും. കാന്തല്ലൂർ വില്ലേജ് ഓഫീസറെ വട്ടുമുത്തിച്ച് അങ്ങനെ കിട്ടു പൂട്ടി എന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാന്ന് ഓർത്തു നോക്കി. ഒരാൾ ഒരു കാര്യം പറയുമ്പോ അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും തെളിവുണ്ട്. നിന്നെപ്പോലൊരു വക്കീലിന് എല്ലാ കാര്യങ്ങൾക്കും തെളിവാണല്ലോ വേണ്ടത്. മോഹനേട്ടൻ തന്നെ എഴുതിയ ഡയറി മോഹനേട്ടൻ തന്നെ ഇങ്ങനെ വായിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തെളിവാകും? ഇത് തെളിവേ അല്ല. എന്തായാലും ഇനി ഈ വിഷയത്തെ തർക്കിക്കാൻ ഞാൻ ആളില്ല. ഷർട്ട് മുണ്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിട്ട് വേഗം ഓഫീസ് പോകാൻ നോക്കി. ഒളിച്ചോട്ടം ഇതിനെയാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. സ്വന്തം പക്ഷത്ത് ന്യായമില്ലാതെ വരുമ്പോ ഒളിച്ചോടുകയല്ല, പിന്നെ വേറെ എന്ത് ചെയ്യും? ഹലോ, അതെ ഉത്തമനാണ്. രാധാകൃഷ്ണൻ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഡിസംബർ 31 എന്താണ് പരിപാടി? സാധനങ്ങളൊക്കെ വാങ്ങിയോ അതോ ഞാൻ കൊണ്ടുവരണോ? അതെയോ? അയ്യോ ഇല്ല സാറേ, ഞാൻ കുപ്പി വാങ്ങിച്ചു കൊടുക്കും, ഒഴിച്ചു കൊടുക്കും, പക്ഷെ കുടിക്കൂല. അതെ 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 അതെ. അയ്യോ മോനേഷ് സാറ്. ഇല്ല സാറേ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ ശരി സാറേ, ഞാൻ വൈകിട്ട് വിളിക്കാം. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സഹായിയാണെന്നുള്ള കാര്യം സാറിന് അറിയാലോ. അല്ല, അതൊക്കെ അല്ലേ സാർ എന്റെ ഒരു സന്തോഷം. ആരായിരുന്നു അത്? നമ്മുടെ PWD-യിലെ രാധാകൃഷ്ണൻ സാറ്. സാറ് ഓരോ ആവശ്യങ്ങൾക്കായി എപ്പോഴും എന്നെ വിളിക്കും. ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും സാറേ. ഇതൊക്കെ അല്ലേ സാറേ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഉത്തമന അതൊക്കെ ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടി മാത്രമാണോ? കാശിനും കൂടി വേണ്ടിയല്ലേ? അങ്ങനെ കാശിന് വേണ്ടിയല്ലേ സാറേ. പിന്നെ സന്തോഷത്തിന് ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറയേയില്ല. ഉത്തമൻ ഇപ്പൊ പറഞ്ഞതാ പച്ചക്കള്ള. കാരണം കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി ശനിയാഴ്ച ചെരുപ്പ് കട നടത്തുന്ന പുരുഷോത്തമന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ അപേക്ഷ തന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയതിന്
പുരുഷോത്തമൻ ഉത്തമന് 50 രൂപ തന്നപ്പോൾ അത് പോരാ, 100 രൂപ വേണമെന്ന് ഉത്തമൻ വാശി പിടിച്ചു. ഈ കാര്യം അന്ന് തന്നെ പുരുഷോത്തമനോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി വ്യാഴാഴ്ച പുത്തംപുരയിലെ സദാശിവന്റെ സ്ഥലമളക്കാൻ ഉത്തമൻ എന്നെ വിളിച്ചോണ്ട് പോയി. ഓർമ്മയുണ്ടോ? നാട്ടുകാർക്ക് സ്ഥലം അളന്നു കൊടുക്കുന്നതിന് ഞാൻ പണം വാങ്ങാറില്ല. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് എനിക്ക് തരാനെന്ന് പറഞ്ഞ് ഉത്തമൻ സദാശിവന്റെ കയ്യിൽ നിന്ന് 250 രൂപ വാങ്ങി. ഇതും സദാശിവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് നിറയുണ്ട് കണക്കുകൾ. മേലിൽ എന്റെ പേരും പറഞ്ഞ് ആരോടെങ്കിലും പൈസ വാങ്ങിയാൽ ഉത്തമൻ വിവരം അറിയും. ഈ 1 വർഷത്തെ കാര്യങ്ങൾ ചേർത്ത് പറയാമല്ലോ എന്ന് കരുതിയാണ് ഇത്രയും നാൾ പറയാതിരുന്നത്. മോനേര് സാർ ആള് കൊള്ളാലോ. ഇതല്ല പുസ്തകത്തിൽ എഴുതി വെച്ചോണ്ട് നടക്കേണ. ശരിടാ. ഇന്ന് വൈകിട്ട് ടൗൺ ഹാളിൽ ഒരു ഉഗ്രം പരിപാടിയുണ്ട്. ഗാനമേളയും മിമിക്സ് പരേഡൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നത്. രാത്രി 12 മണി വരെ ആഘോഷം. 12 മണിക്ക് പുതുവത്സരം പ്രമാണിച്ച് കരിമരുന്ന് പ്രയോഗം. ഒന്ന് പോണോന്നുണ്ടായിരുന്നു. അതിനെന്താ, ആ പരിപാടി വൈകിട്ട് 6 മണി കഴിഞ്ഞല്ലേ, പ്രൊഫസറിന് പോവാനല്ലോ. അതെന്ത് വർത്താനോ ശിശുപാലൻ ചേട്ടാ? ആഫീസിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങ് പോകാൻ പറ്റുമോ? വീട്ടിൽ ചെന്ന് അത്യാവശ്യം ജോലിയൊക്കെ തീർത്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ പെണ്ണുങ്ങളുടെ പ്രയാസം വല്ലതും ആണുങ്ങൾക്ക് മനസ്സിലാവോ പ്രഭേ? ശിശുപാലൻ ചേട്ടനാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ടൗൺ ഹാളിലേക്ക് പോയാ മതി അല്ലേ? ഞാൻ ഒരു ടൗൺ ഹാളിലേക്കും ഇല്ല. ഇവിടുന്ന് നേരെ ഇറങ്ങി ഐശ്വര്യ ബാറിൽ ചെന്ന് ഒരു 4 എണ്ണം നഗ്നമായിട്ട് അടിക്കും. കഴിഞ്ഞ വർഷത്തെ കഷ്ടപ്പാട് പ്രയാസങ്ങളെല്ലാം മറക്കണം. പക്ഷേ കെട്ടിറങ്ങുമ്പോ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ പിന്നെ ഓർമ്മ വരില്ലേ ശിശുപാലൻ ചേട്ടാ? സത്യം പറഞ്ഞ 1 വർഷം കടന്നു പോയതല്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം പോലെ ഇനിയും 1 വർഷം പോവും. നമുക്കൊന്നും ഒരു മാറ്റവും ഇല്ല. സത്യം. സ്വയംപ്രഭ ഇപ്പൊ പറഞ്ഞത് തെറ്റ്. കഴിഞ്ഞ വർഷം നല്ലതൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സ്വയംപ്രഭ എന്താണ് അർത്ഥമാക്കിയത്? നല്ലതൊന്നും സംഭവിച്ചില്ല സാറേ, അത്ര തന്നെ. നല്ലത് സംഭവിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രമോഷൻ കിട്ടുക, ലോട്ടറി അടിക്കുക, കല്യാണം നടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അതൊന്നും സംഭവിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം ചീത്ത. അതിപ്പോ പ്രഭ പറഞ്ഞാലും കാര്യമുണ്ട് സർ. ഓർത്തു വെക്കാൻ പറ്റുന്ന നന്മകളൊന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ. കാഞ്ചന പറഞ്ഞതും തെറ്റ്. നിങ്ങൾക്കൊക്കെ ഉണ്ടായ ഭാഗ്യത്തെ പറ്റി നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് കഴിഞ്ഞ 1 വർഷം ലോകത്താകെ എത്ര ലക്ഷം പേർ മരിച്ചുപോയി? നിങ്ങളാരും മരിച്ചില്ലല്ലോ. അതൊരു നന്മയല്ലേ? രാവിലെ ആഫീസിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും വെറുതെ നടക്കാൻ ഇറങ്ങുമ്പോഴും എത്രയോ പേരെ വണ്ടി ഇടിച്ച് മരിച്ചു പോകുന്നു. വണ്ടി ഇടിച്ചോ? 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 ചുരുക്കത്തിൽ നമ്മുടേത് പോലൊരു ലോകത്ത് ദാരിദ്ര്യവും അപകടവും രോഗമൊന്നുമില്ലാതെ 1 വർഷം ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഓർമ്മയിൽ വേണ്ടതും. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ചില കണക്കുകളും കാര്യങ്ങളും ഞാൻ പറയാം. ജനുവരി മാസം 16-ാം തീയതി വ്യാഴാഴ്ച ശിശുപാലൻ എന്നോട് 200 രൂപ കടം വാങ്ങിച്ചു. ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. തിരിച്ചു തന്നില്ല.
2014 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് കുറച്ച് നേരത്തെ പൊക്കോട്ടെ എന്ന് സ്വയംപ്രഭ ചോദിച്ചു. പകരമായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ നേരത്തെ വന്ന് ജോലികൾ തീർക്കണമെന്ന് ഞാൻ പറഞ്ഞു. സ്വയംപ്രഭ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വന്നു. പക്ഷെ ചൊവ്വാഴ്ച 10:05 വന്നത്. ഏപ്രിൽ 22-ാം തീയതി ബുധനാഴ്ച കാഞ്ചന താലൂക്ക് ഓഫീസിൽ വെച്ച് റിട്ടയർഡ് തഹസിൽദാർ ശങ്കരൻകുട്ടി സാറിനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര മുൻകോപിയാണെന്നും എന്നെ കാരണം സമാധാനമായി ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. 2014 ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച സ്വയംപ്രഭ ഓട്ടോ പിടിച്ചാണ് ഓഫീസിൽ വന്നത്. ഓട്ടോയ്ക്ക് കൊടുക്കാൻ ചില്ലറ തികയാതെ വന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് 10 രൂപ വാങ്ങി. തന്നിട്ടില്ല. 2014 സെപ്റ്റംബർ 7-ാം തീയതി തിരുവോണ ദിവസം ശിശുപാലൻ രോഹിണി ബാറിൽ പോയി കള്ളു കുടിച്ച് ഫിറ്റായി അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരോട് എന്നെ ഇടിവെട്ടുകയോ പാമ്പ് കടിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലേ? നിങ്ങൾ ഇരുന്നതിന്റെ തൊട്ടു പിന്നിലുണ്ടായിരുന്ന പലചരക്കടയിലെ മാധവൻകുട്ടിയാണ് എന്നോട് ഇത് പറഞ്ഞത്. 2014 ഒക്ടോബർ 20-ാം തീയതി തിങ്കളാഴ്ച എന്റെ പിറന്നാൾ ദിവസം എനിക്ക് തരാനായി എന്തെങ്കിലും സമ്മാനം തരണമല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളോട് കാഞ്ചനയും ശിശുപാലനും ചേർന്ന് 200 രൂപ കൈക്കൂലി വാങ്ങി. രാമചന്ദ്രന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതി ഒപ്പിട്ട് വെച്ച കാര്യം മറച്ചു വെച്ചിട്ടാണ് കൈക്കൂലി വാങ്ങിയത്. നവംബർ 5-ാം തീയതി ബുധനാഴ്ച സ്വയംപ്രഭയ്ക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാത്തതിന്റെ വാശിക്ക് സ്വയംപ്രഭ ആരോ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് പ്രാന്താണ് എന്ന് പറഞ്ഞു. ഇനിയുമുണ്ട് ഇതിൽ കാര്യങ്ങൾ. അയ്യോ, ഞാനിതിലിങ്ങനെ എഴുതി വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം സന്തോഷമാണോ പ്രയാസമാണോ കൂടുതലുണ്ടായത് എന്നറിയാൻ. ശിശുപാലൻ തരാനുള്ള 200 രൂപയും സ്വയംപ്രഭ തരാനുള്ള 10 രൂപയും എനിക്ക് ഉടനെ കിട്ടണം. ചിരിക്കണ്ട. രാമചന്ദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 200 രൂപ കൈക്കൂലി അയാളെ തിരിച്ചേൽപ്പിച്ചോളണം. അപ്പൊ ജോലി നടക്കട്ടെ. ഇത് ചെറിയ ഭ്രാന്തൊന്നും അല്ല കാഞ്ചന സാറേ. നമ്മൾ മിണ്ടിയതും ചിരിച്ചതും ശ്വാസം വലിച്ചതും ഒക്കെ പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് നടക്കുക. പക്ഷെ അതാണ് മോഹനേഷ് സാറിന്റെ ബുദ്ധി. കഴിഞ്ഞ 1 വർഷം നമുക്ക് പറ്റിയ തെറ്റെല്ലാം സാറിന്റെ കയ്യിലുണ്ട്. സാറ് നമ്മളോടുണ്ടാക്കിയ വഴക്കിന്റെയും സാറിന് പറ്റിയ അബദ്ധങ്ങളുടെയും കണക്കില്ലാതെ പോയി. അടുത്ത വർഷം തൊട്ട് അത് എഴുതി വെച്ചിട്ട് എന്റെ കാര്യം. ഭാമേ, ചായ എന്താ പതിവില്ല നേരത്തെ ചായ? മോഹനേട്ടൻ രാവിലെ ഒരു ഡയറി ആയിട്ട് ഇറങ്ങിയതല്ലേ, വഴി കണ്ടവരെയൊക്കെ അത് വായിച്ച് കേൾപ്പിച്ച് ആകെ ക്ഷീണിച്ചായിരിക്കും വരുന്നല്ലോ എന്ന് കരുതി ഞാൻ നേരത്തെ ചായ ഉണ്ടാക്കിയതാ. ഇങ്ങനെ നോക്കല്ലേ. ഉത്തമം പറഞ്ഞപ്പോഴല്ലേ കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഉടനെ ഞാൻ വലിയ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ ശിശുപാലൻ ചേട്ടൻ പറഞ്ഞു അവിടെയും ഡയറി കൊണ്ടുള്ള അഭ്യാസം ഉണ്ടായിരുന്നു എന്ന്. ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി.
ഇനി അങ്ങോട്ട് ആളുകൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്റെ കാര്യത്തിലോ? നിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. നീ പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്ന ഒരാളാണെന്ന് തെളിയിക്കാനാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നീ ഒരഹങ്കാരിയും ധിക്കാരിയുമാണെന്ന് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. മോഹനേട്ടാ, മോഹനേട്ടൻ എന്നെ പറ്റിയുള്ള അഭിപ്രായം നീ ഒരു സംഭവമല്ലേ. സത്യം പറഞ്ഞ നിന്നെ പോലൊരു ഭാര്യ ഉള്ളതാണ് എന്റെ ഭാഗ്യം. സത്യം? സത്യം. ഇത് ഏപ്രിൽ 13 ഞായറാഴ്ച ഉള്ളതേ. സംശയിക്കണ്ട, ശബ്ദം മോഹനേട്ടനെ തന്നെയാ. ഇനി സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച. ആമേ, നീ എന്റെ മാനം രക്ഷിച്ചു. നീ എന്റെ കേസ് നീ വാദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നാണം കിട്ടുപോയി. നന്ദി. വെറുതെ നന്ദി പറഞ്ഞ പോരാ, പിന്നെ ഒരു ഉമ്മ താ മോഹനേട്ടാ. ഇനിയും കേൾക്കണോ? മോഹനേട്ടൻ തന്നെത്താൻ എഴുതിക്കൊണ്ട് നടക്കുന്നതിനെക്കാട്ടിലും ആധികാരികമായ തെളിവാണിത്. ഇതിൽ പറയുന്ന കണക്കിനാണെങ്കിൽ ഞാൻ സ്നേഹസമ്പന്നയായ നല്ല ഒരു ഭാര്യയാണ്. പക്ഷെ മോഹനേട്ടൻ കുറച്ചു മുന്നേ പറഞ്ഞു ഞാൻ ധിക്കാരിയും അഹങ്കാരിയും ഒക്കെയാണ്. തക്കമ്പോൾ പറയുന്ന ആണുങ്ങളെ പറ്റി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇതില് പറഞ്ഞതാ ശരി. എന്ത്? നിന്നെ കല്യാണം കഴിച്ചത് ഭാഗ്യായെന്ന്. അത് പറയുമ്പോ എന്താ ഒരു നാണം. നമസ്കാരം. മുൻകോപിയും എടുത്തിയാട്ടക്കാരനുമായ ഈ വില്ലേജ് ഓഫീസറും തന്റേടിയും കുറുമ്പിയുമായ ഈ വക്കീലും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കുടുംബങ്ങളിലെ നിത്യസാന്നിധ്യമായതിനു ശേഷം വരുന്ന 3ാമത്തെ പുതുവത്സര രാത്രിയാണ് ഇത്. 1.5 മണിക്കൂറോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2014 വിട പറഞ്ഞ് 2015 പ്രവേശിക്കും. സന്തോഷവും സമാധാനവും സ്നേഹവും കൂട്ടത്തിൽ കുറച്ച് കണ്ണീരും നൽകി ചരിത്രത്തിലേക്ക് മറയുന്ന 2014 നന്ദി. പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായി നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ശുഭരാത്രി.